11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരിക്കാണ് അഭിഷേക്. അപ്പോൾ അഭിഷേകിന്റെ ഒപ്പം ഇരുന്ന് അവിടെയുള്ള ആണുങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഗാർഡൻ ഏരിയയിലിരുന്ന് എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. ക്യാപ്റ്റൻസി കഴിഞ്ഞതുകൊണ്ട് റൂം മാറ്റണോ, ടീം മാറ്റണോ, എന്തൊക്കെ ജോലികൾ കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ ചർച്ച. അപ്പൊ എല്ലാവർക്കും റൂം മാറ്റണ്ട എന്നുള്ള നിലപാടാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ കൊണ്ട് നടക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് റൂം മാറ്റണ്ടാന്ന്. അപ്പൊ അഭിഷേകിന്റെ അടുത്ത് അവിടെ ശ്രീതു മാത്രം പറഞ്ഞിരുന്നു എന്നെ ഒന്ന് റൂം മാറ്റിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. നെക്സ്റ്റിലേക്ക് വരാനാണ് എനിക്കിഷ്ടം. അവിടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള റൂം എന്ന് പറയുന്നത് നെസ്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പീപ്പിൾസ് റൂമിൽ നിൽക്കാം, മറ്റ് 2 റൂം എനിക്ക് ഇഷ്ടമില്ല എന്നവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അഭിഷേക് പറയുന്നുണ്ട് അവിടെ ശ്രീതു മാത്രം റൂം മാറ്റണം എന്ന് പറയുന്നുണ്ട്, വേറെ ആരും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു റൂം മാറ്റണ്ട എന്നുള്ളൊരു തീരുമാനമാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അവിടെ ജോലികൾ എന്തായാലും മാറ്റി മാറ്റി നൽകണം. ഒരാഴ്ച ചെയ്ത ജോലികൾ പിന്നീട് അവർ വീണ്ടും ചെയ്യില്ലല്ലോ എന്നുള്ളത് കൊണ്ട് പലരുടെയും ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നൽകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജോലികൾ മാറ്റുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങളെ കിച്ചൺ ടീമിൽ ഇടരുത് എന്ന് അർജുൻ അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ടീമിന് 4 പേരുണ്ടെങ്കിലും ഇവിടെ ആർക്കും തന്നെ കുക്കിംഗ് അറിയില്ല. ഋഷിക്ക് ഒട്ടും അറിയില്ല, ഋഷിക്ക് കുക്കിങ്ങേ അറിയില്ല, അവശം തിരിഞ്ഞു നോക്കാറില്ല ഋഷി. അതുകൊണ്ടാണ് ഋഷിനെ കുക്കിംഗ് ടീമിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എടുത്ത് ഇവിടെ ഫ്ലോർ ടീമിലേക്ക് ഇട്ടത്. അഭിഷേകിനെ ഒട്ടും കുക്ക് ചെയ്യാനായിട്ട് അറിയില്ല. പിന്നെ അർജുനാണുള്ളത്, പിന്നെ ജാസ്മിനാണുള്ളത്. അപ്പോൾ ഇവർക്ക് ആർക്കും കുക്കിംഗ് അറിയാത്തത് കൊണ്ട് ഇവിടെയുള്ളത് ഞങ്ങൾക്ക് കുക്കിംഗ് തരരുത് എന്നൊരു കാര്യമാണ് അവിടെ അർജുൻ പറയുന്നത്. മൊത്തത്തിൽ ഗ്രൂപ്പ് മാറ്റാതെ തന്നെ ജോലികൾ മാറ്റിക്കൊണ്ട് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെയധികം നന്നായി എന്ന് പറയുന്നുണ്ട്. കൂടാതെ അവർ പറയുന്ന നെക്സ്റ്റ് ടീമിന്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ജാസ്മിൻ ഒരു പണിയും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഫ്ലോർ ക്ലീനിങ് ആണ് അവരുടെ പണി. പക്ഷേ 3 ആമ്പിള്ളേര് ചേർന്നാണ് അവിടെ ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നത്. ജാസ്മിന്റെ അടുത്ത് പറഞ്ഞ് മടുത്തു എന്ന് അഭിഷേക് പറയുന്നുണ്ട്. അവിടെ അത്രയ്ക്കും മടുത്തു അവളുടെ അടുത്ത് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവൾ പണിയെടുക്കില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അവളെ ഫ്ലോർ ക്ലീനിങ്ങിലും മറ്റുള്ള ബാത്റൂം ഡ്യൂട്ടിയിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കൂടുതലുള്ള ഒരു പണിയെടുക്കേണ്ടി വരും എന്നല്ലാതെ ജാസ്മിൻ അവിടെ ഒരു കുന്തും ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ജാസ്മിൻ പണിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കുക്കിംഗ് ടീമിൽ ഇടുന്നതാണെന്ന് അർജുന്റെ അഭിപ്രായം. കുക്കിംഗ് ടീമിൽ ജാസ്മിനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവള് പണിയെടുക്കും. അതിനു വേണ്ടിയിട്ട് കുക്കിംഗ് ടീമിൽ ജാസ്മിനെയും നോറയെയും റസ്മിനെയും കൊണ്ടിടാനായിട്ടാണ് അർജുൻ പറയുന്നത്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാലും ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുക എന്ന് പറയില്ല. ആള് പറയുന്നതിനനുസരിച്ച് വേണ്ടല്ലേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ആള് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടിസ്റ്റൊക്കെ കൊണ്ടുവരും. ആളുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും വിഷമം ഇത്ര മാത്രമാണ്, ജാസ്മിൻ ഒരു പണിയും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഈ 3 ആമ്പിള്ളേര് ചേർന്ന് കാലത്തും വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ കിടന്ന് അവരവിടെ ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നത് കാണാം. പാതിരാത്രി സമയത്തടക്കം അയ്യോ ഫ്ലോർ ഭയങ്കര വൃത്തികേടായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്ന കാണാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ധാരണയോട് കൂടിയാണ് അവർ ചെയ്യുക. ഇപ്പൊ അർജുൻ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഞാൻ പീപ്പിൾസ് റൂം ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ഓരോ റൂം ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കാതെ അപ്പുറത്ത് അവിടെ ജാസ്മിൻ ഇരിക്കുന്നുണ്ട്. ഇവർ 3 പേരും പണിയെടുക്കുക, അവിടെ ജാസ്മിൻ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക. ഇതാണ് അവിടെ മെയിൻ പണി. അത് തന്നെയാണ് അവരുടെ പരാതിയും. ജാസ്മിനെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പണിയെടുക്കാനായിട്ട് വിടണ്ട, കിച്ചണിലേക്ക് വിട്ടോളാനാണ് അവിടെ നെക്സ്റ്റ് ടീം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.